ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു വീട് പണി തുടങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. സാധനങ്ങൾ ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പേർക്ക് പറ്റുന്നൊരു വലിയ മിസ്റ്റേക്കാണ് ഈ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് സാധനങ്ങൾ ഇറക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീട് പണി തുടങ്ങാനായിട്ട് എല്ലാ പ്ലാനും കാര്യങ്ങളും എല്ലാം എടുത്ത് എൻ്റെ സ്ഥലവും എല്ലാം കണ്ട് നമ്മൾ അതിനകത്ത് സാധനം ഇറക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മണലാണ് ഇറക്കേണ്ടത്. മണൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇറക്കിക്കൊണ്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇറക്കാനായിട്ട്. ഭൂരിഭാഗം ആൾക്കാരും ആദ്യം പാറയാണ് ഇറക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ പാറയായാലും മണലായാലും മെറ്റലായാലും അതിലെ കല്ല് പിന്നെ ചുടുകട്ട എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇപ്പോൾ ഒരുപാട് പേര് അവിടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇറക്കി വയ്ക്കും. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ഹെവി ലോഡ് അങ്ങാവും. കാരണം ഞാൻ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്, അതിലേക്കുള്ള മൊത്തം ഇഷ്ടിക കൊണ്ടുവന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മുടെ വാസ്തുപ്രകാരം വടക്ക് കിഴക്ക് എന്താ പറയുന്നത്? വാസ്തു പുരുഷൻ്റെ ശിരസ്സാണ് പറയുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കിതുപോലെ ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയും, പണി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും, പിന്നെ പണി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഒരുപാട് വീട്ടുകൾക്ക് അത് അനുഭവമുണ്ട്. ഇപ്പോൾ പല വീടുകളിലും സാറേ എൻ്റെ വീടിൻ്റെ പണി മുന്നോട്ട് പോകുന്നില്ല, അതെന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ സൈറ്റിൽ ചെന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, വടക്ക് കിഴക്ക് ഭാഗം എല്ലാം മലിനപ്പെട്ട് വടക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് എല്ലാം വെയിറ്റ് എല്ലാം കയറ്റി വെച്ച് ആ ഭാഗം ആകെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഒട്ടും നല്ലതല്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികളോ അവിടെ പാടില്ല. അവിടെ എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും ഒരു കിണറും ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കന്നിമൂലയിൽ വയ്ക്കാം, തെക്ക് വശത്ത് വയ്ക്കാം, പടിഞ്ഞാറ് വശത്ത് വയ്ക്കാം. വടക്കും കിഴക്കും ഒഴിവാക്കുക, വടക്ക് കിഴക്ക് തീരെ ഒഴിവാക്കുക. ഓക്കെ, 1-2 ടൂളുകളിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമുക്ക് ഇന്നൊരു ടൂൾ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കി ക്യാറ്റാണ്. ഇത് നമുക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ വെക്കുന്നതാണ്. മെയിൻ സ്ഥാപനത്തിൻ്റെ മെയിൻ ഡോറിലേക്ക് നോക്കി വയ്ക്കാം. കസ്റ്റമേഴ്സിനെ വിളിച്ച് കയറ്റുന്നതായിട്ട് ഉള്ള ഒരു അനുഭവം, കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരാൻ. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കാല് തവണയാണ്. 3 കാലുകളുള്ളൊരു തവള സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാമായിട്ട് നമ്മളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിത് വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്ടറി ഹോഴ്സാണ്. 2 കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു കുതിരയാണ്. നമുക്ക് വിജയം ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് അത് ഉപയോഗിക്കാം. അടുത്തത് ഒരു പഗോഡ ടവറാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഒരു ജോഡി മണ്ടീരൻ ഡെക്കുകളാണ്. കുടുംബ ബന്ധത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത് ഒരു അരോന മത്സ്യമാണ്. ഇത് തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.